എന്നെങ്കിലും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനായി തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അതിയായ ആഗ്രഹവും നിങ്ങൾക്കുണ്ട്. പക്ഷേ പാതി വഴിയിൽ വെച്ച് ആ ഒരു ലക്ഷ്യം നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ഒരു പരീക്ഷ പാസ്സാവണം എന്നുള്ളൊരു ആഗ്രഹമാകാം, അതല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാവാം. പക്ഷേ പാതി വഴിയിൽ വെച്ച് ആ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ ഞാൻ വിശദീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജു രാജൻ. ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ, അതല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് എല്ലാവരും 5 സ്റ്റേജസിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ഇതിനെ പറയുന്ന പേരാണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച്. അതിലെ ഫസ്റ്റ് സ്റ്റേജിൽ എൻഡ് റിസൾട്ടിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ചോ എഫേർട്ടിനെ കുറിച്ചോ റിസ്കിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കാറില്ല. ഇതിനെ പറയുന്ന പേരാണ് അൺഇൻഫോംഡ് ഒപ്റ്റിമിസം. അതായത് ബിസിനസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള സക്സസ്, അതിന്റെ ബെനിഫിറ്റ്, അത് മാത്രമായിരിക്കും നമ്മുടെ മുന്നിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുക. പരീക്ഷയാണെങ്കിൽ അത് പാസ്സാവണം എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഇൻഫോംഡ് പെസിമിസം. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്രമാത്രം എഫേർട്ട് നമ്മൾ എടുക്കണമെന്നുള്ളത്. ഇത്രയും ബുദ്ധിമുട്ടാണോ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ന ചിന്തയും ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് വാലി ഓഫ് ഡിസ്പെയർ. ഒരുപക്ഷെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണിത്. ഈ ഒരു ഘട്ടത്തിൽ പലതരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇനിയും ഇത് തുടരണോ? ഇത്രയും എഫേർട്ട് എടുക്കുമോ? ഞാൻ വിജയിക്കുമോ? ഇത്രയും എഫേർട്ട് എടുത്ത് ഞാൻ ഈ ലക്ഷ്യത്തിലേക്ക് എത്തണോ എന്നുള്ള ചിന്തകൾ, എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ കടന്നു വരും. പലരും ഈ ഒരു ഘട്ടത്തിൽ നിന്നും പിന്മാറാറുണ്ട്. മറ്റു ചിലർ ഈ ഒരു ഘട്ടത്തിൽ നിന്നും എഫേർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് ചലിക്കാറുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്. അങ്ങനെ മുന്നേറിയാൽ നാലാമത്തെ സ്റ്റേജാണ് ഇൻഫോംഡ് ഒപ്റ്റിമിസം. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നതിനുള്ള, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് കണ്ടു തുടങ്ങുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക, അത് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് പൂർണ്ണമായിട്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 5ാമത്തെ സ്റ്റേജിലെത്തും. ആ സ്റ്റേജിന് പറയുന്ന പേരാണ് സക്സസ് ആൻഡ് ഫുൾഫിൽമെന്റ്. നമ്മൾ സ്റ്റേജ് 1ൽ കണ്ട ആ ഒരു ലക്ഷ്യം, ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഈ 5ാമത്തെ സ്റ്റേജിലായിരിക്കും. ചെറുപ്പത്തിൽ നമ്മൾ സൈക്കിൾ ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ഒരു ലക്ഷ്യമായിരിക്കും, സൈക്കിൾ ഓടിക്കണം. ഇതിനെ പറയുന്ന പേരാണ് അൺഇൻഫോംഡ് ഒപ്റ്റിമിസം. സ്റ്റേജ് 1. ആ ഒരു ഘട്ടത്തിൽ സൈക്കിൾ ഓടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. അത് ഓടിക്കാൻ അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു എഫേർട്ടിനെ കുറിച്ചോ റിസ്കിനെ കുറിച്ചോ നമ്മൾ ഓർക്കാറില്ല. അങ്ങനെ നമ്മൾ സൈക്കിൾ ഓടിക്കാനായിട്ട് സൈക്കിളിലേക്ക് കയറുന്നു, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് സൈക്കിൾ ഓടിക്കാനായിട്ട് എത്രത്തോളം എഫേർട്ട് വേണം, എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം. ഈ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഇൻഫോംഡ് പെസിമിസം. അങ്ങനെ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും ബാലൻസ് ചെയ്തിട്ട് നമ്മൾ വീണു പോകുന്നു. ഇത് നിരന്തരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ? എനിക്ക് ആ ലക്ഷ്യം നേടാൻ കഴിയുമോ? എനിക്ക് ശരിക്കും സൈക്കിൾ ഓടിക്കാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള ഡൗട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് വാലി ഓഫ് ഡിസ്പെയർ. ഈ ഒരു ഘട്ടത്തിൽ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത്. ഒന്നുകിൽ അത് കണ്ടിന്യൂ ചെയ്യാം, എഫേർട്ട് കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പിന്മാറാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ പതിയെ ഓടിക്കാൻ പഠിക്കുന്നു, അത്യാവശ്യം ബാലൻസ് നമുക്ക് കിട്ടി വരുന്നു, ചെറിയ രീതിയിൽ നമുക്ക് റിസൾട്ട് കണ്ടുവരുന്നു. ഈ ഒരു ഘട്ടത്തെ പറയുന്ന പേരാണ് ഇൻഫോംഡ് ഒപ്റ്റിമിസം. നമുക്കറിയാം എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, വീഴാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 5ാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നു, സക്സസ് ആൻഡ് ഫുൾഫിൽമെന്റ്. അതായത് സൈക്കിൾ നമ്മൾ നല്ല രീതിയിൽ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിലെ 5ാമത്തെ ഘട്ടത്തിലേക്ക്, അതായത് സക്സസ് ആൻഡ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഇതിന് താഴെ കാണുന്ന ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.